കൊച്ചുകുട്ടികളെ അക്ഷരം പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അല്ലേ? കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവരെ ഒന്ന് പഠിക്കാനായി ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വളരെയധികം ക്ഷീണവുമായിരിക്കും, പിന്നെ ഉറക്കവും വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിക്കുന്നതിനിടയിലൂടെ തന്നെ അവരെ അക്ഷരം പഠിപ്പിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഞാൻ അനുജ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുജ VS യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കറിയാമല്ലോ, ഏതൊരു കാര്യവും ഹൃദയസ്ഥമാകണം എന്നുണ്ടെങ്കിൽ അത് അനുഭവവേദ്യമാകുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിലും അത് വളരെയധികം ശരിയാണ്. അന്ധയും ബധിരയും മൂകയുമായിരുന്നിട്ട് കൂടി അക്ഷരങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിയ ഹെലൻ കെല്ലറുടെ ജീവിതകഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്രയധികം ശാരീരിക വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ മനസ്സിലേക്ക് അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ എത്തിക്കാനായിട്ട് ഹെലൻ കെല്ലറുടെ ടീച്ചർ പ്രയോഗിച്ച ചില മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്ത് കുഞ്ഞു ഹെലൻ്റെ കൈകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ തണുപ്പും അതിൻ്റെ രൂപവും അതിൻ്റെ രുചിയുമെല്ലാം അറിയിപ്പിച്ചതിന് ശേഷം കുഞ്ഞു ഹെലൻ്റെ കൈകളിലേക്ക് WATER എന്ന് എഴുതി കൊടുത്തു. അങ്ങനെയാണ് വാട്ടർ എന്താണ് എന്ന് ഹെലൻ മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മുടെ കൊച്ചു കൂട്ടുകാരെ കൂടി ആ രീതിയിലൊന്ന് പഠിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? കുട്ടികളെ ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് തന്നെ എഴുതിപ്പിച്ചുകൊണ്ടാണ്. ലോകത്തിലെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. അവിടങ്ങളിലുള്ള കുട്ടികൾ അക്ഷരങ്ങൾ പഠിക്കുന്നത് ആദ്യം അക്ഷരത്തിൻ്റെ രൂപങ്ങൾ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് കുട്ടികളെ അക്ഷരത്തിൻ്റെ രൂപങ്ങൾ ഹൃദയസ്ഥമാക്കിയെടുക്കുന്നത്? അതിനായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് അക്ഷരങ്ങളെ എത്തിക്കാനായി കുട്ടികൾ കളിക്കുന്ന ക്ലേ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിമണ്ണ് ഉപയോഗിച്ചുകൊണ്ട് പൂഴിമണ്ണ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങളുടെ രൂപങ്ങൾ നിർമ്മിച്ചെടുക്കാം. കുട്ടികൾ അക്ഷരങ്ങൾ ഉണ്ടാക്കി പഠിക്കട്ടെ. എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്നവർ ഉണ്ടാക്കി പഠിക്കട്ടെ. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ആ അക്ഷരങ്ങളുടെ രൂപങ്ങൾ കൃത്യമായിട്ട് എത്തുക തന്നെ ചെയ്യും. കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങൾ പേപ്പറിലോ അല്ലെങ്കിൽ ചെടികളുടെ ഇലകളിലോ വെട്ടിയെടുത്തുകൊണ്ട് അതിൻ്റെ ഷേപ്പുകൾ ഉണ്ടാക്കാനായിട്ട് പരിശീലിപ്പിക്കാം. ഇത്തരത്തിലുള്ള പരിശീലനങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് അക്ഷരങ്ങളുടെ രൂപങ്ങൾ കൃത്യമായിട്ട് എത്തുക തന്നെ ചെയ്യും. ഇനി കുട്ടികൾ കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞിട്ടും അവരിലേക്ക് അക്ഷരങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മലയാളത്തിലെ പുള്ളിയും രായും തമ്മിൽ തിരിഞ്ഞു പോവുക, ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ T, സ്മോൾ ലെറ്റർ F എന്നിവ തമ്മിൽ മാറിപ്പോവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. വളരെയധികം സ്വാഭാവികമായിട്ടൊരു പ്രശ്നം തന്നെയാണ്. മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി കുട്ടികൾ നിരന്തരമായിട്ട് ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു മാർഗമുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. കുട്ടികളുടെ പാഠപുസ്തകമോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ എടുത്തതിന് ശേഷം അവർക്ക് വായിക്കാനായിട്ട് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു അക്ഷരം, കുട്ടികൾക്ക് പ്രയാസമുള്ള, അവർക്ക് തിരിഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു അക്ഷരത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അതുമാത്രം ഒന്ന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെടാം. കുട്ടി ഈ പ്രവൃത്തി ചെയ്തതിന് ശേഷം പുസ്തകം തിരിച്ച് തന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിനൊരു മാർക്ക് ഇടണം. അതായത് നിങ്ങൾ പറഞ്ഞ അതേ അക്ഷരം അല്ലെങ്കിൽ ചിഹ്നം തന്നെയാണ് കുട്ടി റൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. കൂടാതെ നിങ്ങൾ പറഞ്ഞ അക്ഷരങ്ങൾ ഏതെങ്കിലും കുട്ടി ഒമറ്റ് ചെയ്തിട്ടുണ്ടോ, അതായത് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. കൂടാതെ ഏതെങ്കിലും അക്ഷരങ്ങൾ അഡീഷണൽ ആയിട്ട് കുട്ടി കയറി മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കുക. ഓരോ ദിവസവും ഈ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും സ്കോർ എടുക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പഠനം രസകരമാക്കാനുള്ള നിരവധി വിദ്യകൾ ഈ ചാനലിലുണ്ട്. ആദ്യമായി കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെയധികം നന്ദി. സ്നേഹം.